അർജുനെയും ശ്രീധുനെയും നോമിനേഷനിലിടാൻ പ്ലാൻ ചെയ്ത് ജിൻഡോ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ ലൈവിൽ നടന്ന സംഭവവികാസങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ അഭിഷേക് ശ്രീകുമാറും, അതായത് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ ജിൻഡയും നമ്മുടെ സ്കീ ഐസ്ക്രീമിന്റെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്. പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല, അവർ സംസാരിക്കുകയാണ്. സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് അർജുനും ശ്രീധു, അതെ, അവർ രണ്ടുപേരും ഇപ്രാവശ്യം പുറത്തല്ലേ, അവർ രണ്ടുപേരും നോമിനേഷനിൽ ഇട്ടാലോ? യെസ്, ഇപ്രാവശ്യം ശ്രീധുവിന്റെ വോട്ടാണ് അർജുന് ആ ഒരു നോമിനേഷനിൽ മുന്നോട്ട് വരാൻ സഹായിച്ചത്. രണ്ടുപേരും കൂടി വോട്ടിങ്ങിൽ വരുമ്പോൾ ഒരാൾ പുറത്താവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജിൻഡോ അവിടെ സംസാരിക്കുന്നത്. ഒരാൾ പുറത്താവുന്നത് നമുക്ക് കാണാം. അപ്പം അഭിഷേക് ശ്രീകുമാറും പറയുന്നത് നമുക്ക് കേൾക്കാം. അതെ, ഇപ്പോൾ വർക്കാവുന്നത് കോംബോയാണ്. സോ ആ ഒരു കോംബോ പൊളിയും, വോട്ടിംഗ് സ്പ്ലിറ്റ് ആവും എന്ന് തന്നെയാണ് നമ്മുടെ ജിൻഡോ അവിടെ പറഞ്ഞു വെക്കുന്നത്. സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ചരിത്രത്തിൽ ഒരുപാട് കോംബോകൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ഈ കോംബോകൾ നോമിനേഷനിൽ വരുമ്പോൾ പലർക്കും തിരിച്ചടി കിട്ടാറുമുണ്ട്. അവർ അവിടെ കളിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന കാര്യം ശരി തന്നെയാണ്. പക്ഷെ ഇത് എങ്ങനെയാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ പലരും ഓരോ പ്രാവശ്യം പുറത്താവുന്ന ആഗ്രഹിച്ച ശരണ്യ, അതുപോലെ തന്നെ ശ്രീരേഖ, അതുപോലെ തന്നെ ഇപ്പം സായി ആണെങ്കിലും നന്ദനയാണെങ്കിലും കഴിഞ്ഞ നോമിനേഷനിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റസ്മിൻ, ഇവരൊക്കെ നോമിനേഷൻ സേഫ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു മീൻസ് അത്യാവശ്യം ജനപിന്തുണയുള്ള, ഒരു മീഡിയം ജനപിന്തുണയുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ വീക്കിലെ വോട്ടിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. അത് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇനി ലൈവിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം ഇതിനെ പറ്റിയുള്ള അഭിപ്രായം, ഈ ഒരു വീക്കിൽ അർജുനും ശ്രീധുവും അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ബൈ ഗൈസ്.